ഹലോ, എല്ലാവർക്കും വിഷു ആശംസകൾ. വെളുപ്പിനെ 3:30-ക്ക് എണീറ്റ് കണി കണ്ടു. എല്ലാവരെയും കണി കാണിച്ചതിന് ശേഷം ലൈറ്റൊക്കെ ഇട്ട് കണി വെച്ചതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. അതിനുശേഷം കുളി കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറി. ഇന്ന് ചെറുപയർ ദോശയാണ് ഉണ്ടാക്കുന്നത്. സാമ്പാറാണ്, പരിപ്പ് വേവിക്കാനിട്ടു. അതിനുശേഷം കഷ്ണങ്ങളെല്ലാം നുറുക്കിയെടുത്തു. കഷ്ണങ്ങൾ നുറുക്കലും ദോശ ഉണ്ടാക്കലും എല്ലാം ഒരുമിച്ച് കഴിഞ്ഞു. ഞാൻ സാധാരണ ചെറുപയർ പരിപ്പാണ് സാമ്പാർ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങൾ അരിഞ്ഞതും കൂടെ വേഗം ഇട്ട് സാമ്പാറൊക്കെ റെഡിയാക്കി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വേണമല്ലോ അടുത്ത പരിപാടികളിലേക്കൊക്കെ കടക്കാനായിട്ട്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ഒരു സമയം കൊണ്ട് ഹസ്ബൻഡ് തേങ്ങയൊക്കെ പൊട്ടിച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ട് ആൾ തേങ്ങയൊക്കെ കൊത്തി വച്ചിട്ടുണ്ടായിരുന്നു. സാധാരണയായി തേങ്ങ എപ്പോഴും കൊത്തി തന്നെയാണ് എടുക്കാറ്. തേങ്ങ കൊത്തിയെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ചിരണ്ടാനായിട്ട് ഇച്ചിരി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്ക്. ക്യാരറ്റും ക്യാബേജും കൂടെ ഒരു തോരനാണ് ഇന്ന് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കഷ്ണങ്ങളൊക്കെ വേഗം ചോപ്പറിലേക്ക് അരിഞ്ഞിട്ടു. അതും ഹസ്ബൻഡ് വേഗം അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് തന്നു. അതിനുശേഷം ക്യാരറ്റും പടവലങ്ങയും എല്ലാം അരിഞ്ഞു വെച്ചു അവിയലിന് വേണ്ടിയിട്ട്. തോരന് വറവിട്ട് തോരൻ വേവിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് മാമ്പഴ പുളിശ്ശേരിക്ക് അരപ്പ് തയ്യാറാക്കി. കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അത് വേഗം പൊടിയായിട്ട് അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് അതും ഒന്ന് സെറ്റാക്കി വെച്ചു. ഇത്തിരി അച്ചാറുണ്ടാക്കാൻ വേണ്ടിയാണ്. അതേസമയം കൊണ്ട് അവിയലിൻ്റെയും കഷ്ണങ്ങളൊക്കെ വെന്ത് അവിയലും റെഡിയായിട്ടുണ്ട്. അവസാനം മാമ്പഴ പുളിശ്ശേരിക്ക് കടുകും വറുത്ത് പപ്പടവും കാച്ചി. ഇന്നത്തെ അടുക്കളയിലെ പണി അതോടുകൂടി തീർന്നു. എല്ലാ കറികളും കൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ട് നിരത്തി വെച്ചു. ഇനി ആകെ ഒരു ജോലി ബാക്കിയുള്ളത് സദ്യ വിളമ്പുക, കഴിക്കുക എന്നത് മാത്രമാണ്. അതിനുശേഷം ക്യാരറ്റ് പായസമാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ക്യാരറ്റ് പായസം ഉണ്ടാക്കിയത് അതും കൂടെ കുടിച്ച് വിഷുവിൻ്റെ സദ്യ ഇവിടെ അവസാനിപ്പിച്ചു. ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക്